നമ്മുടെ ഒരു ഷോർട്ട് ടൈമിൽ 99 ഏക്കേഴ്സും OLX ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുള്ള ലീഡുകളൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്തത്. അപ്പോൾ നമ്മൾ ഹോം സ്ക്രീനിൽ വന്ന സമയത്ത് ഏകദേശം 424 ലീഡ്സ് ജനറേറ്റ് ചെയ്ത് അവിടെ താഴെ എഴുതി കാണിക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. സോ നമുക്ക് ഒരു 99 ഏക്കേഴ്സിൻ്റെ തന്നെ ഒരു റെസ്പോൺസിൻ്റെ പോർട്ടലിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ എത്ര ലീഡാണ് ഇതുവരെ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ മേളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും 347 ലീഡുകളാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു 2 മാസത്തെ കണക്കാണ്. അത് ഈ ഒരു അക്കൗണ്ടിൽ മാത്രമാണ് കേട്ടോ. നമ്മളൊരു ലീഡ് ജനറേഷനായി ഉപയോഗിക്കുന്ന ഒരു വേറൊരു അക്കൗണ്ടാണ് ഇത്. നമ്മൾ ട്രയൽ പല കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദ അക്കൗണ്ടാണ്. അതിൽ മാത്രം ലീഡ്സാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഏകദേശം 347 ലീഡുകൾ ഇപ്പോൾ കാണുന്നുണ്ട്. ടോട്ടൽ 424 ലീഡ്സാണ് ഈ ഒരു അക്കൗണ്ടിൽ മാത്രം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സോ ഞാൻ ലിസ്റ്റിങ്ങിൻ്റെ ഒരു പോർട്ടൽ എടുത്തപ്പോൾ ഞാൻ 5 പ്രോപ്പർട്ടീസാണ് ഇതുവരെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഈ ഒരു അക്കൗണ്ടിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ അതിന് വന്നിട്ടുള്ള എൻക്വയറീസ് ആണ് ഞാൻ പറയുന്നത്. 424 എൻക്വയറീസ് എന്ന് പറഞ്ഞാൽ വലിയ നമ്പർ തന്നെയാണ്. സോ നമുക്ക് OLX ഒന്ന് പോയി നോക്കുമ്പോൾ നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് എൻക്വയറീസ് നമുക്ക് നോക്കാം. പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ പ്രോപ്പർട്ടിക്ക് വന്ന എൻക്വയറീസ് ആണോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ OLXലും അത്യാവശ്യം നല്ല രീതിയിലുള്ള എൻക്വയറീസ് ടോട്ടലി വന്നിട്ടുണ്ട് നമുക്ക്. സോ ഏകദേശം എനിക്ക് തോന്നുന്നു ടോട്ടൽ ഇപ്പോൾ ഈ ഒരു കാണിച്ച 99 ഏക്കേഴ്സും OLXും ഈ 2 പ്ലാറ്റ്ഫോമും കൂടി തന്നെ ഏകദേശം ഒരു 700ഓളം ലീഡുകൾ നമുക്ക് റിസീവ് ആയിട്ടുണ്ട്. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കൊരു മാസം വരുന്നത് ഒരു 5 പ്രോപ്പർട്ടി അല്ലെങ്കിൽ 10 പ്രോപ്പർട്ടിയൊക്കെയാണ്. അതിന് ഏകദേശം 700 ലീഡൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലോസ് ചെയ്യാൻ പറ്റും എന്നുള്ള എത്രമാത്രം കോൺഫിഡൻസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും ഒരു മാസം എത്ര പ്രോപ്പർട്ടി വന്നാലും നമ്മൾ റെൻ്റ് ക്ലോസ് ചെയ്ത് അത് ഫിനിഷ് ചെയ്യുന്നതാണ്. ബാക്കി ഒരുപാട് ലീഡുകൾ നമുക്ക് വരുന്ന സമയത്ത് നമുക്ക് ഡീൽ ചെയ്യാനായിട്ട് പ്രോപ്പർട്ടീസ് ഉണ്ടാവാത്തൊരു സിറ്റുവേഷൻ വരെ ചില സമയത്ത് വരാറുണ്ട്. ചില സമയത്ത് നമുക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം നമുക്ക് വരാനുണ്ട് കേട്ടോ. സോ അതുകൊണ്ടാണ് ഇങ്ങനെ പ്രോപ്പർട്ടിയിൽ വരുന്ന ലീഡുകളൊക്കെ കാണിച്ചു തരുന്നത്. പല ആൾക്കാർക്കും ചിലപ്പോൾ OLXലൂടെ ലീഡ് ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ കാണിക്കുന്ന പ്ലാറ്റ്ഫോമിലൂടെ ലീഡ് ജനറേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസക്കുറവോ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കുറവൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. ഓക്കെ, മാസ്റ്ററിംഗ് പ്രോപ്പർട്ടി റെൻ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു കോഴ്സിൻ്റെ അത്യാവശ്യം നല്ലൊരു ഭാഗമൊക്കെ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ പല ആൾക്കാർക്കും അത്യാവശ്യം ഐഡിയ ഒക്കെ ഈ ഒരു പ്രോപ്പർട്ടി റെൻ്റൽ എങ്ങനെ കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ നല്ലൊരു ഐഡിയ ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പല ആളുകളും ക്യൂരിയസ് ആയിരിക്കും. ക്യൂരിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോഴ്സ് വളരെ നല്ല രീതിയിൽ എടുത്ത് ഇത് ചെയ്യാനുള്ള ആഗ്രഹത്തോടെ നിൽക്കുന്ന ആൾക്കാർ സ്ഥിരമായി ട്രയൽ ആൻഡ് എറർ ചെയ്യുന്നുണ്ടാവും. ബാക്കി എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയോട് കൂടിയൊക്കെ ആയിരിക്കും പലരും ഇത് കാണുന്നുണ്ടാവുക. സോ ഈ ഒരു പ്രോപ്പർട്ടി റെൻ്റൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി റെൻ്റൽ കരിയറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഞാൻ ബാക്ക് 2019 സ്റ്റാർട്ട് ചെയ്തതാണ്. അന്ന് പ്രോപ്പർട്ടി റെൻ്റലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത്ര വലിയൊരു സംഭവം ആവുമെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തതല്ല. അന്ന് ഒരു ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയും കുറച്ച് പൈസയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഉണ്ടാക്കുക, എന്നിട്ടൊരു UK US എങ്ങനെയും പോവുക, അവിടെ ഒരു കോഴ്സൊക്കെ പഠിച്ച് അങ്ങനെ സെറ്റ് ആവുക. അപ്പോൾ നാട്ടിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ളൊരു തോട്ടിലൊക്കെയാണ് അന്ന് നടക്കുന്നത്. പക്ഷേ കൊച്ചിയിൽ വന്നതിന് ശേഷം എൻ്റയർലി അത് മാറി. കാരണം കൊച്ചി ഞാനിപ്പോൾ പറയും ഓപ്പർച്യൂണിറ്റികളുടെ ഒരു നാടാണ് കൊച്ചി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം 5-6 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസിലും എൻ്റെ ഒരു ലൈഫ് തന്നെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് എന്ന് മാത്രമല്ല പല മേഖലകളിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊച്ചിയിൽ കാത്തിരിക്കുന്നുണ്ട്. അത് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അത് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ റിയൽ എസ്റ്റേറ്റിലേക്ക് വരുന്ന സമയത്ത്, പ്രോപ്പർട്ടി റെൻ്റലിലോട്ട് വരുന്ന സമയത്ത് ഇതൊരു കോഴ്സ് ഒന്നായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഒരു ഇൻഫർമേഷണൽ കോണ്ടൻ്റ് ആണ്. ഞാൻ എങ്ങനെയാണ് പ്രോപ്പർട്ടി റെൻ്റൽ ചെയ്ത് ഒരു 5 ലക്ഷം രൂപ വരെയൊക്കെ വരുമാനം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അതിന് മുകളിൽ വരുമാനം ഉണ്ടാക്കുന്നത്, അത് ചെറിയൊരു സ്ട്രക്ചറിലൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോണ്ടൻറ്റുകളെല്ലാം പഠിക്കുമ്പോഴും ഓരോ സ്റ്റേജിലൂടെ കടന്നു വരുമ്പോഴും മനസ്സിലാക്കേണ്ടത് ഇതെല്ലാമാണ് ഇത് ചെയ്യുന്ന ടെക്നിക്ക്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റലുകൾ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഐഡിയ, ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ചിലപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിലും ചിലപ്പോൾ വേറൊരു നല്ലൊരു അടുത്ത ലെവലിലോട്ട് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ വേറെ വ്യത്യസ്തമായ രീതികളിലൊക്കെ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുക എന്നുള്ളൊരു അടിസ്ഥാനപരമായൊരു നോളേജാണ് ഇതിൽ നിന്ന് ഗെയിൻ ചെയ്യേണ്ടത്. അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളതും. സോ ഇപ്പോൾ പ്രോപ്പർട്ടി റെൻ്റൽ ചെയ്തുകൊണ്ട് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കുന്ന ബ്രോക്കേഴ്സിൻ്റെ സ്റ്റോറീസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തു. പല ആൾക്കാരും എനിക്ക് ചോദിച്ചു, ബ്രോ ഇതിലൂടെ ഇത്ര പൈസയൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റുമോ, ഇത് ശരിക്കുള്ള കാര്യമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ലീഡുകളും അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരും, വളരെ മൈക്രോ മാനേജ്ഡായിട്ട് പല കാര്യങ്ങളും പറയുന്നതും കാണിച്ചു തരുന്നതിൻ്റെ കാരണം ഇതിലോട്ട് വന്നിട്ടുള്ള ആൾക്കാർ ഒരു ചെറിയ രീതിയിലാണെങ്കിലും ചെറിയൊരു സ്പെൻഡൊക്കെ നടത്തിയിട്ടാണ് ഇതിലോട്ട് വന്നിട്ടുള്ളത്. അതങ്ങനെ ഒരു രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ കാരണം എല്ലാവരും ഒരു കണ്ടൻറ് എടുത്ത് അബ്യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് താല്പര്യമില്ല. കാരണം ഇന്നറിയാമല്ലോ, ഫ്രീ ആയിട്ട് ആർക്ക് എന്ത് കൊടുത്താലും അതിന് വിലയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാര്യം. അപ്പോൾ ഇതിനകത്തോട്ട് വന്നിട്ടുള്ള ആൾക്കാർ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ആൾക്കാർക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കുക, ഇതിൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്ത് തരിക, ഇതിങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഔട്ട്കം ഉണ്ടാവുക എന്ന് വളരെ റിയാലിറ്റിയിൽ കാണിച്ചു തരിക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് കുറേ മൈക്രോ മാനേജായിട്ട് കാര്യങ്ങൾ ഇതിനകത്തോട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ,
സോ എന്തായാലും കോഴ്സിന് നമ്മളൊരു ഭാഗത്തൊക്കെ എത്തിയിട്ടുണ്ട്. അടുത്ത ഓരോ ചാപ്റ്ററുകളും ഓരോ മൊഡ്യൂളുകളുടെയും കടന്നു പോകാനായിട്ട് ശ്രമിക്കുക. കുറേ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ കണ്ടൻറ്റുകളും മെറ്റീരിയൽസൊക്കെ താഴെ ഒരു എക്സലിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മീൻ വൈൽ ഇതിൻ്റെ കൂട്ടത്തിൽ ട്രയൽ ആൻഡ് എറർ എന്തായാലും ചെയ്തുകൊണ്ടിരിക്കുക. സോ എന്തായാലും അടുത്ത മൊഡ്യൂളിൽ നമുക്ക് പിന്നെയും കാണാം. സോ ബൈ.